ഞാനും ഒരു പരിധിവരെ ആൻസറിൻ്റെ കൂടെ തന്നെയാണ്. കാരണം ദൃശ്യം മണ്ണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രഭാകരൻ അറിയാം സ്വന്തം മകൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജോർജ് കുട്ടി ചെയ്തത് വലിയൊരു അപരാധമാണെന്ന് ഉള്ളിൽ അറിയാമെങ്കിലും കുറച്ചൊരു ചായ്വ് ആ ഭാഗത്തേക്കുണ്ട്. താങ്ക് യു ആൻഡ് ഗുഡ് ഈവനിങ്. പേഴ്സണലി എന്താ പറയുക, ഇറ്റ്സ് എ ടഫ് ക്വസ്റ്റ്യൻ. 2009-ലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ സമയത്ത് എനിക്ക് ലാൽ സാറിൻ്റെ മുഖമൊന്നും മനസ്സിലില്ല. ഒരു ക്യാരക്ടറാണ് ജോർജ് കുട്ടി. ഞാനിവിടെ നമ്മളൊരു ആർട്ടിസ്റ്റിലേക്കൊന്നും ആക്ടറിലേക്കൊന്നും പോയിട്ടില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മനുഷ്യൻ, വളരെ നല്ലൊരു മനുഷ്യൻ, ഒത്തിരി നന്മകളുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ലൈഫിലൊരു പോയിന്റിൽ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അയാൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അയാളുടെ ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ എത്തിക്സിനൊക്കെ എഗിനസ്റ്റ് ആയിട്ട് അയാൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. പക്ഷേ അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾ ചെയ്യുന്നത് ശരിയാണ്. ജോർജ് കുട്ടിയോടാണ് എൻ്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം നേരത്തെ പറയുകയുണ്ടായി, ജിത്തു സാർ പറയുകയുണ്ടായി ഫിയർ ജോർജ് കുട്ടിയുടെ ഇമോഷൻസിനെയൊക്കെ കുറിച്ചാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്തപ്പോൾ പോലും ജോർജ് കുട്ടി ഒരുപാട് ഭയങ്ങളുള്ളിൽ കാത്തു സൂക്ഷിച്ച് അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുകയായിരുന്നു. ഇപ്പൊ മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ എന്താണ്? എല്ലാവർക്കും മനോഹരമായ ഒരു സായനം നേരുന്നു. We have some very special guests from Mumbai, Kumarji, Abhishekji, Reshmiya. Welcome to our family. ജോർജ് കുട്ടി എന്ത് പറയുന്നുള്ളതാണോ അതോ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ? ജോർജ് കുട്ടിയോടാണ് ചോദ്യം. ലാൽ സാറിനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ഓഡിയൻസിന് പ്രസന്റ് ചെയ്യാനിരിക്കുകയാണ്. ഇപ്പൊ നിൽക്കുന്നത് ജോർജ് കുട്ടിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജോർജ് കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് മനസ്സിലാവും. ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ. വാനപ്രസ്ഥം അല്ലെങ്കിൽ തുവാലത്തുമ്പികൾ, താളവട്ടം, ചിത്രം, അങ്ങനെ ഒരുപാട് തന്മാത്രം, അങ്ങനെയൊക്കെ പറയാം. എന്താ പറയാ, I can't really reveal anything. പക്ഷേ all I would like to say is this is as an actor, Laletan പറഞ്ഞതുപോലെ this is completely a very very different experience for me. നമസ്കാരം. അതിയായ സന്തോഷം മോഹൻലാൽ സാർ. കാര്യം സിനിമ ആശീർവാദ് സിനിമാസ് നിർമ്മാണം തുടങ്ങിയിട്ട് കഴിഞ്ഞ 27 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ 27 വർഷം മുൻപ് തുടങ്ങിയ അതേ സ്നേഹത്തോടെ ഇപ്പോഴും ഇതുപോലെ നിൽക്കാൻ പറ്റുന്നത്, സിനിമകൾ നിർമ്മിക്കാൻ പറ്റുന്നത്, ഇതെല്ലാം ഒരു ജീവിതത്തിന്റെ ഭാഗ്യമായിട്ട് കാണുന്നതാണ്. Okay, to Kumarji and Abhishekji. Lal sir will now adorn Abhishekji and Kumarji with our traditional Ponnada as a sign of our love and gratitude. I would also like to request Mr. Rajesh Menon. ഓരോ ദിവസം ഓരോ കഥാപാത്രമാണ്, ഓരോ സ്ഥലങ്ങളാണ്, ഓരോ അച്ഛനും അമ്മയാണ്, ഓരോ ജോലിയാണ്. അപ്പം ഓരോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ്. പക്ഷേ ദൃശ്യത്തിൽ താങ്കളുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അതേ കഥാപാത്രത്തിലേക്ക് വരുമ്പോഴൊരു അതേ പെയിൻ, അതേ ട്രോമ, അതേ ടെൻഷൻ, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കഥാപാത്രത്തിലേക്ക് കയറുന്നത്?
ഇല്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ 13 വർഷം അത്രയും സമയമുണ്ട് അല്ലേ? ഒരു സിനിമ കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞായിരുന്നു അടുത്ത സിനിമ. അത് സംഭവിക്കുകയാണ്, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞാണ് അടുത്ത സിനിമ. അപ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ആദ്യം ഈ ദൃശ്യം, ഇപ്പം ഇത് പറഞ്ഞതുപോലെ ദൃശ്യം 1 പോലല്ല ദൃശ്യം 2, ദൃശ്യം 2 പോലല്ല ദൃശ്യം. ഇപ്പൊ ഗീതാ പ്രഭാകരന്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും, ഓക്കെ ഇവരുടെ മകൻ വരുണ് ചാവണ്ടവനായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം. പക്ഷെ സിദ്ദിഖിയുടെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ലാലേട്ടൻ നേരത്തെ പറഞ്ഞു ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സിദ്ദിഖിയുടെ ക്യാരക്ടറിനെ ഈ സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇക്കയ്ക്ക് ഇപ്പൊ 3 ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയും അടുത്ത ഭാഗം ഉണ്ടാവുമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലും ഇങ്ങനെ തന്നെ സങ്കടപ്പെടാനായിരിക്കും ചാൻസ്. എന്താണ് തോന്നുന്നത്? അതിനു മുമ്പേ ഏതായാലും ഇപ്പൊ ഈ ചോദ്യം ജിത്തു കേട്ടിട്ടുണ്ട്. അപ്പോ ദൃശ്യം 4 ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരുടെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനിക്കാനൊക്കെ ഈ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ചിന്തകൾ തുടങ്ങും. അപ്പൊ എന്തായാലും ദൃശ്യം 4 ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളൊക്കെ പിന്നെ ഇപ്പം 100, 200, 300 കോടി ക്ലബൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 500 കോടി ക്ലബിലേക്ക് എത്താൻ പറ്റുമോ? അനിയന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു സിനിമ എടുത്തിട്ടില്ല, അത് അബദ്ധത്തിൽ പറ്റി വന്ന. ഇത് നല്ല സിനിമയായിരിക്കും. അതിൻ്റെ ഒരു അത് ഏറ്റവും അങ്ങനെ സംഭവിക്കട്ടെ. അതിന് എപ്പോഴും അങ്ങനെയല്ലേ, ഒരു സിനിമ എടുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഓടണം, ഇത് എത്ര ആൾക്കാർ കാണണമെന്ന് വെച്ചാണ് സിനിമ എടുക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യം വളരെ രസകരമായിരുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു.